അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നമസ്കാരത്തിൽ എപ്പോഴാണ് വിരൽ ഉയർത്തേണ്ടത് അഥവാ അത്തഹിയാത്തിൽ വിരൽ ചൂണ്ടേണ്ടത് എപ്പോഴാണ് എന്ന് പലപ്പോഴും പല സുഹൃത്തുക്കളും ചോദിക്കാറുണ്ട്. മദ്ഹബുകളുടെ വ്യത്യാസമനുസരിച്ച് വിരൽ ചൂണ്ടുന്ന രീതിയും സമയവുമൊക്കെ വ്യത്യാസപ്പെടുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ഹദീസുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രൂപത്തെക്കുറിച്ച് അഥവാ അത്തഹിയാത്തിൽ വിരൽ ചൂണ്ടുന്നതിനെ കുറിച്ച് പറയുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ ഖഅദ ഫി തശഹ്ഹുദി, അത്തഹിയാത്തിൽ ഇരുന്നാൽ പ്രവാചകൻ രണ്ട് കൈകളും കൈമുട്ടിന്മേൽ വെക്കുകയും എന്നിട്ട് വലത്തെ കൈ എന്ത് ചെയ്യും, വ അഷാറ ബിസ്സബാബ, വലത്തെ കൈയുടെ ചൂണ്ടുവിരൽ ചൂണ്ടുകയും ചെയ്തു എന്നാണ് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിലുള്ളത്. ആ രൂപം പോലും പറയുന്നത് ഈ രൂപത്തിലാണ് പ്രവാചകൻ കൈ ചൂണ്ടിയിരുന്നത് എന്നാണ്. അതിനെക്കുറിച്ച് ഒന്നുകൂടി വ്യക്തമായി ഹദീസിൽ കാണാൻ കഴിയും. വഹല്ലക ഹൽഖതൻ സുമ്മ ഖബദ ഇസ്നതൈനി മിൻ അസ്വാബിഇഹി, ഈ രണ്ട് വിരൽ കൊണ്ട് ഇങ്ങനെ പിടിക്കുകയും എന്നിട്ട് വഹല്ലക ഹൽഖതൻ, ഒരു റൗണ്ട് ഉണ്ടാക്കുകയും ഒരു വൃത്തം ഉണ്ടാക്കുകയും ചെയ്യും. അതിനുശേഷം പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൂണ്ടി എന്നാണ്. അപ്പൊ ഈ രൂപത്തിലാണ് ആ ഹദീസിലുള്ളത്. അതായത് ഇങ്ങനെ വൃത്തം ഉണ്ടാക്കുക, ചൂണ്ടുക, എന്നിട്ട് നമ്മുടെ മുട്ടുകാലിന്മേൽ വെച്ചിട്ടാണ്, അത് കാൽമുട്ടിന്മേൽ വെച്ചിട്ടാണ് പ്രവാചകൻ അങ്ങനെ ചെയ്തിരുന്നത്. ചില റിപ്പോർട്ടുകളിൽ കാണാൻ കഴിയും സുമ്മ റഫഅ ഇസ്ബഅഹു ഫറഅയ്തുഹു യുഹരിക്കുഹാ യദ്ഉ ബിഹാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ദുആ ചെയ്യുന്ന രീതിയിൽ ഒരു ഭയഭക്തിയോടുകൂടി അല്ലെങ്കിൽ വിളിക്കുന്നു, ദുആ ചെയ്യുന്നു എന്നാണ് അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുന്നത്. പ്രാർത്ഥിക്കുന്നതിന്റെ ഭയഭക്തിയുടെ അടിസ്ഥാനത്തിലുള്ളൊരു വിറവൽ ആ കയ്യിലുണ്ടായിരുന്നുവെന്നും അതല്ല ഒരു വിളി, ഇങ്ങനെ വിളിക്കുന്നത് പോലെ അങ്ങനെ അനക്കി എന്നും ഒക്കെ റിപ്പോർട്ടുകളിൽ കാണാൻ കഴിയും. അപ്പൊ രണ്ട് രൂപത്തിലാണ് വിരൽ അനക്കുന്നതുമായി ബന്ധപ്പെട്ട്, വിരൽ ചൂണ്ടുന്നതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടുള്ളത്. ഒന്ന് വഅശാറ ബിസ്സബാബ, വിരൽ ചൂണ്ടി എന്ന് പറയുന്ന ഇമാം മുസ്ലിമിന്റെ റിപ്പോർട്ട്. രണ്ടാമത്തെ ഇമാം നസാഇ റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന റിപ്പോർട്ടിൽ യുഹരിക്കുഹ, ഇതിങ്ങനെ അനക്കി എന്ന് പറയുന്ന റിപ്പോർട്ട്. അപ്പൊ വിരൽ അനക്കുന്ന സമയത്ത് അടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് ആ വിരൽ അനക്കുന്നത് കൊണ്ട് അലോസരമുണ്ടാക്കാത്ത രൂപത്തിൽ നമ്മൾ വിരൽ അനക്കണം. ചില ആളുകൾ ഇങ്ങനെ അനക്കുമ്പോഴൊക്കെ അതൊക്കെ അടുത്ത് നിൽക്കുന്ന ആളുകൾക്കൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. അവർക്ക് ഇതിനെക്കുറിച്ച് ഗ്രാഹ്യമില്ലാത്തവരാണെങ്കിൽ വസ്വാസ് ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് നമ്മൾ അനക്കുമ്പോൾ അതിൻ്റെതായ ഒരു മര്യാദക്ക് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ അനക്കൽ നിർബന്ധമല്ല, അത് കേവലം പ്രവാചക ചര്യയുടെ അടിസ്ഥാനത്തിൽ ഉള്ള ഒരു ചർച്ച മാത്രമാണ്. അതായത് റസൂലുള്ളാഹി യുഹരിക്കുഹ, അത് അനക്കി എന്ന് പറയുന്നത് കൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. ചെയ്യുന്നത് കൊണ്ട് ബിദ്അത്തൊന്നുമല്ല, അങ്ങനെ ചെയ്യാം, ഹദീസിൽ തെളിവുണ്ട്. ഇനി അതല്ല, അനക്കാതെ വഅശാറ ബിസ്സബാബ, നേരെ പിടിക്കലാണോ അങ്ങനെയും ചെയ്യാം, അതിനും പ്രമാണമുണ്ട്. ഇതൊരു അംറും വാസിഅ, വിശാലമായ അർത്ഥത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഇഖ്തിയാറുള്ള വിഷയമാണ്. ഏതായാലും അത്തഹിയാത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ വിരൽ ചൂണ്ടുന്നതിനാണ് പ്രമാണങ്ങളുടെ പിൻബലമുള്ളത്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് പറയുമ്പോൾ മാത്രം വിരൽ ചൂണ്ടണം എന്നൊക്കെയുള്ള കേവലം ചർച്ചകൾക്കപ്പുറത്തേക്ക് പ്രാമാണികമായ പിന്തുണകളൊന്നും ആ വിഷയത്തിലില്ല. മറിച്ച് അത്തഹിയാത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ വിരൽ ചൂണ്ടുക, വേണമെങ്കിൽ വിരൽ അനക്കാം. ഇത് പ്രമാണം കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.